എനിക്കെന്റെ ജീവനായിരുന്നു. എനിക്കൊന്നുകയും ഒരിക്കലും പിരിയില്ലെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒരു ദിവസം എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകൻ, നിന്റെ ഡാഡി, ലീവിൽ വന്നു. എടാ നാരായണ, ഈ പെട്ടി എടുത്താത്തോണ്ടു. രാവിലെ കാണാതായപ്പോ നീ ഇന്ന് വരില്ല എന്ന് കരുതി. വണ്ടി 3 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ആഹാ, യാത്ര ദിവസമായിരുന്നു. വാ. പിന്നെ നിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ എന്താ? പറഞ്ഞു ശരിയാവും. വിജയലക്ഷ്മി അവളകത്തുണ്ട്. ആ, നീ കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. ശരി. എന്ന പക്ഷി വിജയലക്ഷ്മി. വേണേട്ടനോ? വേണേട്ടൻ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നിന്റെ ഈ അസുഖം ഇതുവരെ മാറിയില്ലേ? ഈ കഥ, നോവൽ, കവിത കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ റിസൾട്ട് വരുമ്പോ പേപ്പർ നമ്പർ കണ്ടില്ല എന്ന് പറഞ്ഞ് കരയരുത്. അതൊന്നുമില്ല, ഞാൻ പാസ്സാവും. 10 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ലേറ്റ്. വേണ്ട വേണേട്ടാ, മുഴുവൻ തെറ്റാ. ഞാൻ വെറുതെ എഴുതിയതാ. അപ്പോഴേ സാഹിത്യകാരി, ഇടയ്ക്ക് നമ്മളെ കുറിച്ചും ഓരോ കഥയൊക്കെ എഴുത്. ഒന്ന് പോവേണേട്ടാ. ഞാൻ നീ കുളിച്ചിട്ട് വരാം. കുറെ നാളായി പുഴയെ മുങ്ങി കുളിച്ചിട്ട്. നീ വന്ന എന്നെ സൂപ്പ് എടുത്തതാ. അല്ലുണ്ണി, തനിക്കൊരു ഉദ്യോഗമൊന്നും ആയില്ലേ? ഇല്ല. എന്നും ഇങ്ങനെ കവിതയും സാഹിത്യത്തോടെ നടന്നാ മതിയോ? പിന്നെന്താ വേണു പെട്ടെന്ന് പതിവില്ലാതെ ഇങ്ങോട്ട്? ഒന്നുമില്ല, ഉടനെ വരണമെന്ന് പറഞ്ഞ അമ്മാവന്റെ ഒരു കത്തുണ്ടായിരുന്നു. എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കൊരു അമ്മാവനും അമ്മാവൻ രണ്ടോനും അല്ലേ ഉള്ളൂ. പെട്ടെന്ന് കാണണം തോന്നുന്നുണ്ടാവും. വന്നിട്ട് കുറെ നാളായില്ലേ? പാലക്കാട്ട് ഉദ്യോഗം കിട്ടി പോയിട്ട് 2 വർഷമായി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പ്രൊബേഷൻ പീരീഡിൽ എങ്ങനെയാ ലീവ് എടുക്കുക? കാര്യം പറഞ്ഞാൽ അമ്മാവൻ മനസ്സിലാവുമോ? എന്റെ അമ്മ മരിച്ചപ്പോ നാട്ടിൽ വന്നതാ. വിജി പറഞ്ഞപ്പോഴാ? അല്ല, വിജയലക്ഷ്മി പറഞ്ഞപ്പോഴാ അമ്മ മരിച്ചു വരെ ഞാൻ അറിഞ്ഞത്. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വിജയലക്ഷ്മിയുടെ കല്യാണക്കാര്യം പറയാനാ. ഇത്ര പെട്ടെന്ന് ഇനി അത് നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര ശരിയല്ല. എനിക്കാണ് ഈ വയസ്സും പ്രായമൊക്കെ ആയി വരികയല്ലേ. ചുമതലകളെല്ലാം ആവുന്നതും വേഗം തീർത്തു വയ്ക്കണം. വരുത്തിയത് ഇതിനൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്കാകെ പേടിയാവുന്നു. ഇനിയും വൈകിയാൽ അച്ഛന്റെ പ്രകൃതം ഉണ്ണിയേട്ടൻ അറിയാമല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപം കിട്ടുന്നില്ല. ഏതായാലും വിജി ഇപ്പൊ പൊയ്ക്കോളൂ.